Section 2.1 Linear Equation Method of Integrating Factor. The standard form of first order linear differential equation is of the form dy by dt plus p of ty equal to g of t. ഇതിന് കാരണം ഏതൊരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും ഈ രീതിയിലുള്ളൊരു ഫോമിലാണുള്ളത്. അതായത് എ നോട്ട് ടി വൈ ഡാഷ് പ്ലസ് എ വൺ ടി വൈ പ്ലസ് എ ടു ടി ഈക്വൽ ടു 0 വിത്ത് എ നോട്ട് ടി നോട്ട് ഈക്വൽ ടു 0. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമ്മൾ എ നോട്ട് ടി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും. പിന്നെ നമ്മൾ എന്തും കൂടി ചെയ്യുന്നു, ഈ എ ടു ടിയെ റൈറ്റ് സൈഡിലേക്കും കൂടി എടുക്കുക. അങ്ങനെയാകുമ്പോൾ ഈ ഇക്വേഷൻ ഇങ്ങനെ മാറും. വൈ ഡാഷ് പ്ലസ് എ വൺ ടി ബൈ എ നോട്ട് ടി വൈ ഈക്വൽ ടു മൈനസ് എ ടു ടി ബൈ എ നോട്ട് ടി. ഇതിൽ നമ്മൾ പി ഓഫ് ടി എന്നുള്ളത് എ വൺ ടി ബൈ എ നോട്ട് ടിയും ജി ഓഫ് ടി എന്നുള്ളത് മൈനസ് എ ടു ടി ബൈ എ നോട്ട് ടി എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഏതൊരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷനും വൈ ഡാഷ് പ്ലസ് പി ഓഫ് ടി വൈ ഈക്വൽ ടു ജി ഓഫ് ടി ഫോമിലാണെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആ രീതിയിലുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊരു പ്രത്യേക ടൈപ്പ് പ്രോബ്ലമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതായത് പി ഓഫ് ടി ഒരു കോൺസ്റ്റൻ്റ് ആവുകയും ജി ഓഫ് ടിയും ഒരു കോൺസ്റ്റൻ്റ് ആവുകയും ചെയ്യുമ്പോൾ, പി ഓഫ് ടി എ എന്നും ജി ഓഫ് ടി ബി എന്നും ആവുമ്പോൾ നമ്മൾ എന്താണ് ഇവിടെ സൊല്യൂഷൻ എന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതായിരിക്കും: ഡി വൈ ബൈ ഡി ടി പ്ലസ് എ വൈ ഈസ് ഈക്വൽ ടു ബി, അല്ലെങ്കിൽ ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു മൈനസ് എ വൈ പ്ലസ് ബി. ഇനി വൈ ബി ബൈ എ അല്ലാത്തപ്പോൾ നമുക്ക് ഈ മൈനസ് എ വൈ പ്ലസ് ബി നോൺ സീറോ ആയിരിക്കും. ആ അവസരത്തിൽ നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യാൻ കഴിയും. ഡി വൈ ബൈ ഡി ടി ബൈ മൈനസ് എ വൈ പ്ലസ് ബി എന്നത് 1 ആയിരിക്കും. കാരണം ഇത് വൈ ഈക്വൽ ടു ബി ബൈ എ ആവുന്ന കേസിൽ നമുക്ക് വളരെ ട്രിവിയലായിട്ടുള്ളൊരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ കിട്ടുക 0 എന്നാണ്. ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു 0 എന്ന് വരും. അത് വളരെ എളുപ്പത്തിന് സോൾവ് ചെയ്യും. അപ്പോൾ അതല്ലാത്ത കേസാണ് നമ്മൾ നോക്കുന്നത്. ഇതിൽ തന്നെ എ ഈക്വൽ ടു 0 ആകുമ്പോഴും ഡി വൈ ബൈ ഡി ടി ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എന്നാണ് വരിക. അതും നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ കഴിയും. അപ്പം വൈ നോട്ട് ഈക്വൽ ടു ബി ബൈ എയും എ നോട്ട് ഈക്വൽ ടു 0 ആവുന്ന അവസരത്തിൽ ഇത് സോൾവ് ചെയ്യാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടുണ്ട്. ആ അവസരത്തിൽ നമ്മൾ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കും. നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും. ഇതിന് വേണ്ടി ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ യു ഈക്വൽ ടു മൈനസ് എ വൈ പ്ലസ് ബി, ദെൻ ഡി യു ബൈ ഡി ടി is equal to മൈനസ് എ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി. സോ ഡി വൈ ബൈ ഡി ടി is equal to മൈനസ് 1 ബൈ എ ഇൻറ്റു ഡി യു ബൈ ഡി ടി. അപ്പോൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഇതിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ ഡി വൈ ബൈ ഡി ടി ബൈ മൈനസ് എ വൈ പ്ലസ് ബി ഡി ടി ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ഡി ടി പ്ലസ് സി. അതെന്തായി മാറും? മൈനസ് 1 ബൈ എ ഇൻറ്റു ഇൻ്റഗ്രൽ ഡി യു ബൈ ഡി ടി ബൈ യു പ്ലസ് ടി പ്ലസ് സി എന്ന് വരും. സോറി, ഈക്വൽ ടു ടി പ്ലസ് സി. റൈറ്റ് ഹാൻഡ് സൈഡ് ടി പ്ലസ് സി, റൈറ്റ് ഹാൻഡ് സൈഡ് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഡി യു ബൈ ഡി ടി ബൈ യു എന്ന് പറയുന്നത് നാച്ചുറൽ ലോഗരിതം ഓഫ് യു ആണ്, മോഡ് യു ആണ്. ഇനി മൈനസ് എ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യുക രണ്ട് സൈഡിലും. അപ്പം നാച്ചുറൽ ലോഗരിതം ഓഫ് മോഡ് യു ഈക്വൽ ടു മൈനസ് എ ടി പ്ലസ് സി വൺ, വേർ സി വൺ ഈസ് എ കോൺസ്റ്റൻറ്റ് മൈനസ് എ സി. ദറ്റ് ഈസ് നാച്ചുറൽ ലോഗരിതം ഓഫ് മോഡ് മൈനസ് എ വൈ പ്ലസ് ബി ഈക്വൽ ടു മൈനസ് എ ടി പ്ലസ് സി വൺ. ഇനി എക്സ്പോണൻഷ്യൽ എടുക്കുക രണ്ട് സൈഡിലും. ഇപ്പം മോഡ് മൈനസ് എ വൈ പ്ലസ് ബി ഈസ് ഈക്വൽ ടു ഇ പവർ മൈനസ് എ ടി ഇൻറ്റു ഇ പവർ സി വൺ. ദറ്റ് ഈസ് മൈനസ് എ വൈ പ്ലസ് ബി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഇ പവർ സി വൺ ഇൻറ്റു ഇ പവർ മൈനസ് എ ടി. ഈ പ്ലസ് ഓർ മൈനസ് ഇ പവർ സി വൺ ഒരു നോൺ സീറോ റിയൽ നമ്പറാണ്. അതിനെ നമുക്ക് K1 എന്ന് വിളിക്കാം.
So minus ay plus b equal to k1 into e power minus at, or y equal to minus 1 by a k1 into e power minus at minus b. So y equal to k e power minus at plus b by a. വീണ്ടും മൈനസ് കെ വൺ ബൈ എ എന്നുള്ളത് ഒരു നോൺ സീറോ റിയൽ നമ്പറാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൊല്യൂഷൻ. y ഈക്വൽ ടു കെ ഇ പവർ മൈനസ് എ ടി പ്ലസ് ബി ബൈ എ. ഇനി എന്താണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് നോക്കാം. ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ പുതിയൊരു ടെർമിനോളജിയാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. നമ്മളൊരു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ y ഡാഷ് പ്ലസ് പി ഓഫ് ടി വൈ ഈക്വൽ ടു ജി ഓഫ് ടി, ഇതിന് നേരത്തെ പറഞ്ഞ രീതിയിൽ ഒരു പെർഫെക്റ്റ് ഇൻ്റഗ്രലാക്കി എഴുതാൻ കഴിഞ്ഞോളുന്നില്ല എല്ലായ്പ്പോഴും. അപ്പോൾ അതങ്ങനെ ആ രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി നമുക്കൊരു പ്രത്യേക ഫങ്ഷൻ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. ഒരു പ്രത്യേക ഫങ്ഷൻ കൊണ്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റെഡിലി ഇൻ്റഗ്രബിൾ ഫോമിലേക്ക് മാറുന്നതായിട്ട് കാണാം. ഇൻ്റഗ്രബിൾ ഫോമിലേക്ക്, അതായത് മി ഓഫ് ടി കൊണ്ടാണ് നിങ്ങൾ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ മി ഓഫ് ടി വൈ ഡാഷ് പ്ലസ് മി ഓഫ് ടി പി ഓഫ് ടി വൈ ഈസ് ഈക്വൽ ടു മി ഓഫ് ടി ജി ഓഫ് ടി. ഇത് റെഡിലി ഇൻ്റഗ്രബിൾ ഫോമിലേക്ക് എത്തും. അതായത് ഡി വൈ ഡി ടി ഓഫ് സംതിങ്. അപ്പോൾ അതിനെ കൃത്യമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുമെങ്കിൽ ആ ഫങ്ഷനെ നമ്മൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയും. അപ്പോൾ ഇത് ഉപയോഗപ്പെടുത്തി നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത് എന്ന് വിചാരിക്കുക. ഡി വൈ ബൈ ഡി ടി പ്ലസ് 1/2 വൈ ഈക്വൽ ടു 1/2 ഇ പവർ ടി ബൈ 3. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡി വൈ ബൈ ഡി ടി ഹോൾ ഡിവൈഡഡ് ബൈ മൈനസ് 1/2 വൈ മൈനസ് 1/2 ഇ പവർ ടി ബൈ 3. അതുകൊണ്ട് അത് നമുക്ക് റെഡിലി ഇൻ്റഗ്രബിൾ ഫോമിലല്ല. അപ്പോൾ അത് നമ്മൾ മി ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. മി ഓഫ് ടി ആണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് വിചാരിക്കുക. അപ്പോൾ മൾട്ടിപ്ലൈ ഗിവൺ ലീനിയർ ഇക്വേഷൻ ബൈ മി ഓഫ് ടി. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. മി ഓഫ് ടി ഡി വൈ ബൈ ഡി ടി പ്ലസ് 1/2 മി ഓഫ് ടി വൈ ഈക്വൽ ടു 1/2 മി ഓഫ് ടി ഇൻറ്റു ഇ പവർ ടി ബൈ 3. ഇതിന് ഇക്വേഷൻ നമ്പർ 2 കൊടുക്കാം. നമുക്കറിയാം ഡി ബൈ ഡി ടി ഓഫ് mu of t y of t is equal to d mu by dt into y of t plus mu of t dy by dt. പ്രൊഡക്റ്റ് റൂൾ. ഇതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കാം. ഇനി നമ്മൾ മ്യൂ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നതെന്നാൽ ഇക്വേഷൻ നമ്പർ 2ൻ്റെ എൽ എച്ച് എസും ഇക്വേഷൻ നമ്പർ 3യുടെ ആർ എച്ച് എസും സെയിം ആയിരിക്കണം. ആ രീതിയിൽ നമ്മളൊരു മ്യൂ ചൂസ് ചെയ്യാം. അപ്പോൾ അത് ഈക്വേറ്റ് ചെയ്യാം നമ്മളാദ്യം. അതായത് എൽ എച്ച് എസ് ഓഫ് 2ഉം ആർ എച്ച് എസ് ഓഫ് 3 ഈക്വേറ്റ് ചെയ്താൽ മ്യൂ ഓഫ് ടി ഡി വൈ ബൈ ഡി ടി പ്ലസ് 1/2 മ്യൂ ഓഫ് ടി വൈ ഈസ് ഈക്വൽ ടു ഡി മ്യൂ ബൈ ഡി ടി വൈ ഓഫ് ടി പ്ലസ് മ്യൂ ഓഫ് ടി ഡി വൈ ബൈ ഡി ടി, വിച്ച് ഇംപ്ലൈസ് 1/2 മ്യൂ ഓഫ് ടി വൈ ഈസ് ഈക്വൽ ടു ഡി മ്യൂ ബൈ ഡി ടി വൈ. കാരണം ഈ മ്യൂ ഓഫ് ടി ഡി വൈ ബൈ ഡി ടി രണ്ട് സൈഡിലുണ്ട്, അത് ക്യാൻസൽ ചെയ്തു. ഇനി ഇത് എല്ലാ വൈക്കും ശരിയാണ്. അതുകൊണ്ട് ഡി മ്യൂ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1/2 മ്യൂ ഓഫ് ടി. അതായത് നോൺ സീറോ വൈക്കും ഇത് ശരിയാണെന്ന് അർത്ഥം. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ കഴിഞ്ഞത്. ഇനി ഡി മ്യൂ ബൈ ഡി ടി ബൈ മ്യൂ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/2. ഇതിനെ നമ്മൾക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ കഴിയും. ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി വി ഗെറ്റ് integral d mu by dt by mu of t dt is equal to integral 1/2 plus k, that is natural logarithm of mod mu is equal to 1/2 t plus k. mod mu is equal to exponential എടുക്കുക രണ്ട് സൈഡിലും. mod mu is equal to e power 1/2 t into e power k. e power k എന്നുള്ളതിനെ c നോട്ട് എന്ന് കൊടുക്കുക. നോൺ സീറോ കോൺസ്റ്റൻ്റ് ആണ്. അതായത് മോഡ് മ്യൂ ഇസ് ഈക്വൽ ടു സി നോട്ട് ഇ പവർ ടി ബൈ 2 ഓർ മ്യൂ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സി നോട്ട് ഇ പവർ ടി ബൈ 2. ഈ പ്ലസ് ഓർ മൈനസ് സി നോട്ടിന് വേറൊരു കോൺസ്റ്റൻ്റായി കൊടുക്കുക, നോൺ സീറോ കോൺസ്റ്റൻറ്റ്.
അതിനെ സി എന്ന് വിളിക്കാം. സോ മ്യൂ ഈക്വൽ ടു സി ഇ പവർ ടി ബൈ 2. നമുക്ക് മ്യൂ എന്ന് പറയുന്നത് LHS of 2ഉം RHS of 3യും ഈക്വൽ ആവുന്ന ഒരു സൊല്യൂഷൻ മതി. അപ്പോൾ നമുക്ക് സി ഈക്വൽ ടു 1 ഇട്ട് കൊടുത്താൽ ഒരു സൊല്യൂഷൻ കിട്ടും. അപ്പോൾ മ്യൂ ഈക്വൽ ടു ഇ പവർ ടി ബൈ 2 എന്ന് കിട്ടും. അതാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ. അപ്പോൾ മ്യൂ ഈക്വൽ ടു ഇ പവർ ടി ബൈ 2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ LHS of 2ഉം RHS of 3യും സെയിം ആണെന്നർത്ഥം. അതുകൊണ്ട് RHS of 2ഉം LHS of 3യും നമുക്ക് കമ്പയർ ചെയ്യാമെന്നർത്ഥം. അത് രണ്ട് ഈക്വൽ ആയിരിക്കും. ദറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് മ്യൂ ഓഫ് ടി വൈ ഓഫ് ടി ഈക്വൽ ടു 1/2 മ്യൂ ഓഫ് ടി ഇ പവർ ടി ബൈ 3. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് മ്യൂ ഓഫ് ടി വൈ ഓഫ് ടി എന്നാവും. റൈറ്റ് ഹാൻഡ് സൈഡ് 1/2 ഇൻ്റഗ്രൽ മ്യൂ ഓഫ് ടി ഇ പവർ ടി ബൈ 3 ഡി ടി പ്ലസ് സി. ദറ്റ് ഈസ് വൈ ഓഫ് ടി ഈസ് ഈക്വൽ ടു 1/mu of t 1/2 e integral mu of t e power t by 3 dt plus c. That is e power minus t by 2 1/2 integral e power t by 2 plus t by 3 dt plus c. That is y equal to 1/2 e power minus t by 2 integral e power 5t by 6 dt plus c e power minus t by 2. That is 1/2 e power minus t by 2 into 6/5 into e power 5t by 6 plus c e power minus t by 2. കാരണം e power 5t by 6ൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് e power 5t by 6 by 5 by 6. അപ്പോൾ ഇൻറ്റു 6/5 എന്ന് വരും. സിംപ്ലിഫൈ ചെയ്താൽ y equal to 3/5 e power 2/6 t plus c e power minus t by 2. That is y equal to 3/5 e power t by 3 plus c e power minus t by 2. ഇതാണ് സൊല്യൂഷൻ. ഇനി അടുത്ത പ്രോബ്ലത്തിൽ നമ്മൾ ഈ പി ഓഫ് ടി ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് വിചാരിക്കാം. പി ഓഫ് ടി ഒരു കോൺസ്റ്റൻ്റ് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ പക്ഷേ ഒരു ജനറൽ ഫങ്ഷനുമാണ്. ഇപ്പോൾ മ്യൂ അതായത് ഡി വൈ ബൈ ഡി ടി പ്ലസ് എ വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി. അപ്പോൾ മ്യൂ ഓഫ് ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഒരു ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറാണെന്ന് എടുക്കുക. മ്യൂ ഓഫ് ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ ഇൻറ്റു ഡി വൈ ബൈ ഡി ടി പ്ലസ് എ മ്യൂ വൈ ഈസ് ഈക്വൽ ടു മ്യൂ ജി. Equation number 2. Also we know that mu dy by dt plus mu d mu by dt എന്ന് പറയുന്നത് d by dt of mu g ആണ്. Equation number 3. ഇപ്പോൾ 2ൻ്റെയും 3ൻ്റെയും ലെഫ്റ്റ് ഹാൻഡ് സൈഡുകൾ ഈക്വൽ ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? മ്യൂ കണ്ടുപിടിക്കുന്നു. അതായത് മ്യൂ ഡി വൈ ബൈ ഡി ടി പ്ലസ് എ മ്യൂ വൈ ഈസ് ഈക്വൽ ടു മ്യൂ ഡി വൈ ബൈ ഡി ടി പ്ലസ് വൈ ഡി മ്യൂ ബൈ ഡി ടി. അപ്പോൾ ഇവിടെ മ്യൂ ഡി വൈ ബൈ ഡി ടി ക്യാൻസൽ ചെയ്യാം. അപ്പം ഇക്വേഷൻ ഇങ്ങനെ മാറും. എ മ്യൂ വൈ ഈസ് ഈക്വൽ ടു വൈ ഡി മ്യൂ ബൈ ഡി ടി. ഇതെല്ലാ വൈക്കും ശരിയാണ്, നോൺ സീറോ വൈക്കും ശരിയാണ്. അപ്പോൾ എ മ്യൂ ഈസ് ഈക്വൽ ടു ഡി മ്യൂ ബൈ ഡി ടി or d mu by dt by mu is equal to a. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു ടി നാച്ചുറൽ ലോഗരിതം ഓഫ് മോഡ് മ്യൂ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ഡി ടി പ്ലസ് ഇ നോട്ട്. അതായത് എ ടി പ്ലസ് സി നോട്ട് എന്ന് വരും. ഇത് സിംപ്ലിഫൈ ചെയ്താൽ മോഡ് മ്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ mod mu is equal to e power c naught into e power a t. That is mu equal to plus or minus e power c naught into e power a t. അപ്പോൾ ഈ പ്ലസ് ഓർ മൈനസ് ഇ പവർ സി നോട്ട് എന്ന് പറയുന്നതിന് ഒരു കെ എന്ന് കൊടുക്കുക, ഒരു നോൺ സീറോ റിയൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ആ കെക്ക് ഒരു 1 എന്ന് പറയുന്നൊരു വാല്യൂ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സൊല്യൂഷൻ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ മ്യൂ ഇസ് ഈക്വൽ ടു ഇ പവർ എ ടി എന്ന് കിട്ടും.
അപ്പം മ്യൂ ഈക്വൽ ടു ഇ പവർ എ ടി കൊടുത്തു കഴിഞ്ഞാൽ എൽ എച്ച് എസ് ഓഫ് 2 and 3 ആർ സെയിം. അതുകൊണ്ട് 2ൻ്റെയും 3ൻ്റെയും ആർ എച്ച് എസും സെയിം ആയിരിക്കണം. ഡി ബൈ ഡി ടി ഓഫ് മ്യൂ വൈ ഈസ് ഈക്വൽ ടു മ്യൂ ജി എന്ന് വരും. ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മ്യൂ ജി ഡി ടി പ്ലസ് സി എന്ന് വരും. ഓർ വൈ ഈസ് ഈക്വൽ ടു 1 ബൈ മ്യൂ ഇൻ്റഗ്രൽ ഇ പവർ എ ടി ജി ഓഫ് ടി ഡി ടി പ്ലസ് സി. ദറ്റ് ഈസ് വൈ ഈക്വൽ ടു ഇ പവർ മൈനസ് എ ടി ഇൻ്റഗ്രൽ ഇ പവർ എ ടി ജി ടി ഡി ടി പ്ലസ് സി ഇ പവർ മൈനസ് എ ടി. അപ്പോൾ അതാണ് സൊല്യൂഷൻ. ഇനി അടുത്ത ജനറൽ റിസൾട്ട്, അതായത് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡി വൈ ബൈ ഡി ടി പ്ലസ് പി ഓഫ് ടി വൈ ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്നാണെന്ന് വിചാരിക്കാം. ഇക്വേഷൻ നമ്പർ 1. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ രൂപത്തിൽ എഴുതാൻ കഴിയും. y ഈക്വൽ ടു 1 ബൈ മ്യൂ ഓഫ് ടി ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി മ്യൂ ഓഫ് എസ് ഡി ഓഫ് എസ് മ്യൂ ഓഫ് എസ് ജി ഓഫ് എസ് ഡി എസ് പ്ലസ് സി, where t naught is a convenient point of integration and mu of t is, and this mu of t is exponential of integral p of t dt. അപ്പോൾ ഈ ഇക്വേഷൻ നമ്പർ 1 സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും നമ്മൾ mu of t ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ആണെന്ന് എടുക്കുന്നു. mu of t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കുന്നു. അതേപോലെ ഡി ബൈ ഡി ടി ഓഫ് മ്യൂ വൈ നമ്മൾ കാണുന്നു. അപ്പോൾ മ്യൂ ഡി വൈ ബൈ ഡി ടി പ്ലസ് ഡി മ്യൂ ബൈ ഡി ടി വൈ കിട്ടുന്നു. അപ്പം 2ൻ്റെയും 3യുടെയും എൽ എച്ച് എസ് സെയിം ആവുന്ന രീതിയിൽ നമ്മൾ മ്യൂ കണ്ടുപിടിക്കുന്നു. അപ്പോൾ എൽ എച്ച് എസ് ഓഫ് 2ഉം 3യും ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു എക്സ്പ്രഷൻ കിട്ടുന്നു. അതിൽ മ്യൂ ഡി വൈ ബൈ ഡി ടി രണ്ട് സൈഡിലും ഉണ്ടാവും. അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഡി മ്യൂ ബൈ ഡി ടി വൈ ഈസ് ഈക്വൽ ടു മ്യൂ പി വൈ എന്ന് കിട്ടും. ഇതെല്ലാ വൈക്കും ശരിയാണ്. ഇൻ പർട്ടിക്കുലർ ഇറ്റ് ഈസ് ട്രൂ ഫോർ എ നോൺ സീറോ വൈ ഓൾസോ. അപ്പോൾ ഡി മ്യൂ ബൈ ഡി ടി എന്ന് പറയുന്നത് മ്യൂ പി എന്ന് കിട്ടുന്നു. അപ്പോൾ ഡി മ്യൂ ബൈ ഡി ടി ബൈ മ്യൂ എന്ന് പറയുന്നത് പി ആണ്. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു ടി. നാച്ചുറൽ ലോഗരിതം ഓഫ് മോഡ് മ്യൂ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി പ്ലസ് സി ഓർ മ്യൂ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി. അപ്പോൾ നമുക്ക് ഒരു സൊല്യൂഷനേ ആവശ്യമുള്ളൂ. അപ്പോൾ കെയ്ക്ക് നമുക്ക് ഒരു നോൺ സീറോ കോൺസ്റ്റൻറ്റ് കൊടുക്കാം. കെ ഈക്വൽ ടു 1 കൊടുക്കുന്നു. അപ്പോൾ മ്യൂ ഈക്വൽ ടു ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്ന് കിട്ടും. ഇനി ഈ മ്യൂ ഈ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ, അതായത് ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എടുത്തു കഴിഞ്ഞാൽ എൽ എച്ച് എസ് ഓഫ് 2 and 3 സെയിം ആയിരിക്കും. അതുകൊണ്ട് ആർ എച്ച് എസ് ഓഫ് 2 and 3യും സെയിം ആയിരിക്കും. അതായത് ഡി ഓഫ് ഡി ടി ഓഫ് മ്യൂ വൈ ഈക്വൽ ടു മ്യൂ ജി എന്ന് കിട്ടും. ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മ്യൂ വൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ മ്യൂ ഓഫ് ടി ജി ഓഫ് ടി ഡി ടി പ്ലസ് സി എന്ന് വരും. അതായത് y എന്ന് പറയുന്നത് 1 ബൈ മ്യൂ ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി മ്യൂ ഓഫ് എസ് ജി ഓഫ് എസ് ഡി എസ് പ്ലസ് സി. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂവിൽ നമ്മൾ ഒരു കോൺസ്റ്റൻറ്റും കൂടി ഇൻവോൾവ് ചെയ്യും. അതായത് ദി വാല്യൂ ഓഫ് ദി ഇൻ്റഗ്രൽ അറ്റ് ടി നോട്ട്, അത് ഈ സിയുടെ കൂടെ കൂടിയിട്ട് പുതിയ കോൺസ്റ്റൻ്റായി മാറുന്നർത്ഥം. അപ്പോൾ ഈ y ഈക്വൽ ടു 1 ബൈ മ്യൂ ഇൻ്റഗ്രൽ ടി നോട്ട് ടു മ്യൂ ഓഫ് എസ് ജി ഓഫ് എസ് ഡി എസ് പ്ലസ് സി ആണ് സൊല്യൂഷൻ. അതിൽ മ്യൂ ഓഫ് ടി എന്ന് പറയുന്നത് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി. ഇനി അത് ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കാം. ടി വൈ ഡാഷ് പ്ലസ് 2y ഈസ് ഈക്വൽ ടു 4t സ്ക്വയർ വിത്ത് ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലമാണ്. y ഓഫ് 1 ഈക്വൽ ടു 2. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് നമ്മളെ ജനറൽ ഫോമിൽ എഴുതി നോക്കാം. ഫസ്റ്റ് ഓർഡർ ലീനിയർ ഫോമിലേക്ക് മാറ്റാൻ കഴിയും ഇതിനെ. y ഡാഷ് പ്ലസ് 2 ബൈ ടി വൈ ഈസ് ഈക്വൽ ടു 4t വിത്ത് y ഓഫ് 1 ഈക്വൽ ടു 2. ഇത് ലീനിയർ ഫസ്റ്റ് ഓർഡർ ആണ്. അതിൽ പി ഓഫ് ടി എന്ന് പറയുന്നത് 2 ബൈ ടി ആണ്, ജി ഓഫ് ടി എന്ന് പറയുന്നത് 4t ആണ്. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ, അതായത് നമുക്കറിയാം y ഡാഷ് പ്ലസ് പി ഓഫ് ടി വൈ ഈക്വൽ ടു ജി ഓഫ് ടി എന്നാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ആയിരുന്നു. അപ്പോൾ ഇവിടെ
ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്നുള്ളത് ഇൻ്റഗ്രൽ 2/t ഡി ടി, അതായത് ടു ഇൻറ്റു ഇൻ്റഗ്രൽ 1/t ടി ടി, അതായത് 2 ഇൻറ്റു ln ഓഫ് ടി ഓർ ln ഓഫ് ടി സ്ക്വയർ. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ റേസ് ടു ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി ഓർ ഇ റേസ് ടു ln ഓഫ് ടി സ്ക്വയർ, അതായത് ടി സ്ക്വയർ. അപ്പോൾ സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു 1/μ ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി ജി ഓഫ് എസ് മ്യൂ ഓഫ് എസ് ഡി എസ് പ്ലസ് സി. ഇത് 1/t സ്ക്വയർ ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി എസ് സ്ക്വയർ 4s ഡി എസ് പ്ലസ് സി. ഈ എസ് സ്ക്വയർ എന്നുള്ളത് മ്യൂ ഓഫ് എസ് ആണ്, ഈ 4s എന്നുള്ളത് ജി ഓഫ് എസ് ആണ്. ഇത് 1/t സ്ക്വയർ ഇൻ്റഗ്രൽ ടി നോട്ട് ടു ടി 4s ക്യൂബ് പ്ലസ് സി 1/t സ്ക്വയർ 4s raised to 4/4 with the limits t naught to t plus c 1/t square into t raised to 4 minus t naught raised to 4 plus c. ഇപ്പോൾ ഈ മൈനസ് ടി നോട്ട് റേസ് ടു 4 പ്ലസ് സി എന്നുള്ള പുതിയ കോൺസ്റ്റൻ്റ് ആക്കി എടുക്കാം. അതായത് y എന്ത് കിട്ടും? ടി സ്ക്വയർ പ്ലസ് കെ ബൈ ടി സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ അതാണ് സൊല്യൂഷൻ. അപ്പോൾ ഇനി ഇനീഷ്യൽ കണ്ടീഷൻ ഉപയോഗിച്ച് നോക്കാം. y ഓഫ് 1 ഈക്വൽ ടു 2 എന്ന് പറയുന്ന ഇനീഷ്യൽ കണ്ടീഷൻ കൊടുക്കുമ്പോൾ 2 ഈക്വൽ ടു 1 പ്ലസ് കെ എന്ന് കിട്ടും. സോൾവ് ചെയ്താൽ കെ 1 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ y ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1/t സ്ക്വയർ. ഒരു അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ കഴിയും ടി ഗ്രേറ്റർ ദാൻ 0 ആണെന്ന്. അതിന് കാരണം എന്താണെന്ന് നോക്കാം. ടി ഒരിക്കലും 0 ആവില്ല, കാരണം ഇവിടെ 1/t സ്ക്വയർ വരുന്നതുകൊണ്ട്. ഇനി ടി 0 അല്ലാത്ത എല്ലാ വാല്യൂസും എടുക്കാൻ കഴിയില്ല. അത് നോക്കാൻ കാരണം എന്താണ്? ടി 0 ആവില്ല, വൈയും 0 ആവില്ല. കാരണം വൈ ഒരിക്കലും 0 ആവില്ല. വൈ 0 ആവണമെങ്കിൽ 1/t സ്ക്വയറും ടി സ്ക്വയർ 0 ആണ്. അത് രണ്ടും കൂടി ഒരിക്കലും സാധ്യമല്ല. ടിയും 0 അല്ല, വൈയും 0 അല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കർവ് ഒരിക്കലും ടി ആക്സിസിനെയും വൈ ആക്സിസിനെയും മീറ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ക്രോസ് ചെയ്യുന്നില്ല എന്നർത്ഥം. കൂടാതെ 1y ഓഫ് 1 എന്ന് പറയുന്ന ഇനീഷ്യൽ പോയിൻ്റ് എന്ന് പറയുന്നത് 1, 2 എന്ന പോയിൻ്റ് ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. അപ്പോൾ നമ്മുടെ കർവ് എൻറ്റയർലി ലൈ ചെയ്യുന്നത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണെന്നർത്ഥം. അപ്പോൾ ടി ഒരിക്കലും നെഗറ്റീവ് ആവുന്നില്ല എന്നർത്ഥം. അതായത് ടി 0 ആവില്ല. ഇപ്പോൾ 0 ലെസ് ദാൻ ടി ലെസ് ദാൻ ഇൻഫിനിറ്റ് ആയിരിക്കണം. അപ്പോൾ അത് തന്നെയായിരിക്കണം നമ്മുടെ ഈ സൊല്യൂഷൻ്റെ ഡൊമൈനും. ഈ രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്ത് ഡൊമൈൻ കണ്ടുപിടിക്കണം. അപ്പം സൊല്യൂഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു ടി സ്ക്വയർ പ്ലസ് 1/t സ്ക്വയർ വേർ ടി ഗ്രേറ്റർ ദാൻ 0.